ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖത്തിലുണ്ട്. പിന്നെ ഇന്നത്തെ റെസിപ്പിയിൽ ഒരു നോമ്പ് റെസിപ്പിയാണ്, വീണ്ടും ഒരു നോമ്പ് റെസിപ്പിയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതില്ലേ ഞാൻ റെസിപ്പി ആയിട്ടല്ല എടുത്തത്, ഇപ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനും നേരായിട്ടുണ്ട്. ഇത് മീൻ കറിയാണ്. പിന്നെ ഇതൊരു വെജിറ്റബിൾസ് കറിയാണ്, കടല ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ടുള്ളൊരു വെജിറ്റബിൾസിൻ്റെ കറിയാണ്. പിന്നെ ഇതാ ഞാൻ കൽത്തപ്പയില്ലേ അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. കൽത്തപ്പം മീൻ കറിയാണ്, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. പിന്നെ ഇല്ലേ ഞാനിതാ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കൽത്തപ്പത്തിൻ്റെ മാവ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി വീഡിയോസ് അല്ല, ഇതൊരു വ്ളോഗായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക. പിന്നെ ഇപ്പോൾ പറയുമ്പോൾ സബ്സ്ക്രൈബും കൂടിയാക്കി സപ്പോർട്ടാക്കുക. അങ്ങനെ ഇതാ ഞാൻ കൽത്തപ്പത്തിൻ്റെ മാവൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഞാനില്ലേ ഈ ചെമ്പിൻ്റെ പാത്രം, ഇത് പിത്തളത്തിൻ്റെ പാത്രത്തിലായിട്ട് ഞാൻ കൽത്തപ്പം ഉണ്ടാക്കുന്നത്. നല്ല രസമാണ് ഇതിൽ ഉണ്ടാക്കുന്ന കൽത്തപ്പമൊക്കെ കഴിക്കാൻ. അങ്ങനെ ഇതാ ഞാൻ മാവൊക്കെ വെച്ചിട്ടുണ്ട്. തീ മീഡിയമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മുട്ടയുടെ തൊലിയൊക്കെ കളയണം. മുട്ട ഫ്രൈ ഇല്ല, ഇത് ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലാതെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കൽത്തപ്പം മീൻ കറി ആയതുകൊണ്ട് ഒരുപാടൊന്നും ഐറ്റംസ് ഉണ്ടാക്കുന്നത് വേണ്ട, മുട്ട പുഴുങ്ങിയത് മാത്രം ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുക. പിന്നെ കസ്കസ് ഇല്ലേ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അപ്പം കറിയും ബാക്കിയായിപ്പോവും. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇങ്ങനെ സിമ്പിളാക്കിയിട്ട് നോമ്പ് തുറന്നാൽ നമുക്ക് നല്ല എളുപ്പമാണ്, വയറ് ഫില്ലായ പോലെ തോന്നില്ല, പിന്നെ ഒരു മടി തോന്നില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതാ ഞാൻ പാലും തിളപ്പിച്ച് വെക്കുക. ഇനി കോഫിയോ ചായ അതിന് എന്ത് ഉണ്ടാക്കുന്നെങ്കിലും പിന്നെ ഉണ്ടാക്കാമല്ലോ നോമ്പ് തുറന്നിട്ടൊക്കെ. അതിന് മുമ്പ് ഞാൻ പാലൊന്നും ഇങ്ങനെ തിളപ്പിച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഇതാ പാൽ തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കട്ടാക്കിയിട്ടൊന്ന് ഹോട്ട് ബോക്സിൽ വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. എന്നിട്ട് ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ മുട്ടയുടെ ഫ്രൈയും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള മസാലയൊക്കെ ഞാൻ ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് വേണം എനിക്ക് ഹോട്ട് ബോക്സിൽ ഇട്ട് കൊടുക്കാൻ. ചൂട് തന്നെ ഞാൻ ഹോട്ട് ബോക്സിൽ ഇട്ട് വെക്കുന്നുണ്ട്, പക്ഷെ മൂടി വെക്കുന്നില്ല കേട്ടോ. ചൂടോടെ തന്നെ മൂടി വെച്ച് അതിൻ്റെ വേർപ്പൊക്കെ അതിൽ വീഴുമല്ലോ, അതിൻ്റെ വെള്ളമൊക്കെ ഉറ്റിയിട്ട് അതിലേക്ക് വീഴും. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ഒരു ഹോട്ട് ബോക്സ് ഫുള്ളായിട്ട് എനിക്ക് അപ്പാക്കിയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൽത്തപ്പം മീൻ കറി നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ ഇതിന് മുട്ട ഫ്രൈ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഞാൻ മുട്ട മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. തീ ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ഞാൻ ഒന്നിങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്തതാണ്. അങ്ങനെ മുട്ട ഫ്രൈയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിതിൻ്റെ ടേസ്റ്റ് നോമ്പ് തുറന്നിട്ടാണ് ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്. അത്ര ഭയങ്കര ടേസ്റ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്കിങ്ങനെ കഴിക്കുന്നതിനേക്കാളും നമുക്കിങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നത് നല്ല രസമെന്ന് തോന്നി. പിന്നെ ഇല്ലേ ആ മസാലയുടെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു, വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് മാവും കൂടി ഉണ്ടായിരുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ മസാലയ്ക്ക് തന്നെ ഇത് ഒഴിച്ചിട്ടൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ നോക്കാമെന്നൊരു പരീക്ഷണമാണ് ഞാൻ നടത്തിയത്. പക്ഷെ ഞാൻ ഇതില്ലേ കുറച്ചും കൂടി ക്രിസ്പി ആക്കിയിട്ടാണ് എടുത്തത്. നല്ല രസമുണ്ടായിരുന്നു. ബാക്കി കൽത്തപ്പത്തിനേക്കാളും ഇങ്ങനെ കഴിക്കുന്ന കൽത്തപ്പം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും കൽത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നും കൂടി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കുക. കുറച്ച് മസാലയൊക്കെ ഒഴിച്ചിട്ട് ആ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ടാണല്ലോ കൽത്തപ്പം ചൂടാറ്. പക്ഷേ ഇങ്ങനെ കുറച്ച് മസാലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല രസമാണ് കഴിക്കാനും. അതിന് പ്രത്യേകിച്ചിട്ടൊരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇതാ എൻ്റെ നോമ്പ് തുറ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് കാണാം. താങ്ക് യു, ബൈ.